ഇന്നീ നാടിൻ മക്കൾ ഞങ്ങൾ മണ്ണിൽ നിന്നും ജീവിക്കുന്നു, എന്നും കാത്തിടുന്നു. ഇന്നീ നാടിൻ മക്കൾ ഞങ്ങൾ മണ്ണിൽ നിന്നും ജീവിക്കുന്നു. ആണിൻ ധൈര്യം കാട്ടും ഞങ്ങൾ, ധീരതയെന്നും കാത്തിടുന്നു. എടാ, നീ ആരോട് ചോദിച്ചിട്ട് ഈ കമ്പെ പിടിച്ച് തൂങ്ങുന്നേ? സത്യ അളിയാ, എടാ സത്യ, എവിടാ സത്യ? എന്താ പ്രശ്നം? നമ്മളെ കൃപാലിനെ അടിച്ചടാ അളിയാ, എവിടെയാടാ നീ? എവിടുന്നാ ഓട്ടം വന്നേ? പൂക്കാട്ട് പടിന്ന് പറയടാ, ആരാണ് കൃപാലിനെ അടിച്ചത്? മുങ്ങി നിൽക്കുന്നവനാ. കൃപാലിനെ ഏത് സൈഡിലാണ് അടി കിട്ടിയത്? റൈറ്റിലാ ലെഫ്റ്റിലാ? വാടാ. ് 27 28 29 30 31 32 33 34. എടാ, നിന്റെ അമ്മാവ് മിനിസ്റ്ററുടെ പി എ അല്ലേ? അങ്ങനോട് പറഞ്ഞ ജോലി വാങ്ങി. അങ്ങനെയാണെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപ്ലൈ ചെയ്യേ. മൂക്കുമുട്ട കൊടുക്ക്, അപ്പോഴേ ആരോഗ്യം തിരിച്ചു കിട്ടി നടു റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കാൻ പറ്റൂ. ആ ചെറുക്കൻ അടി കൊണ്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത് എന്താ? നാളെ SI എക്സാമിനേഷൻ എഴുതുമ്പോൾ അവനൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ. ജനിക്കുന്നെങ്കിൽ കുട്ടികൾ അങ്ങനെ ജനിക്കണ വേണ്ടി ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചിട്ട് എന്താ പ്രയോജനം? അവൻ SI എക്സാമിനേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നിനക്ക് ചെയ്യാമായിരുന്നില്ലേ? എനിക്ക് പോലീസ് ജോലിയൊന്നും ഇഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ല? റോഡിൽ കൂടെ പോകുന്നവരല്ലേ എന്നെ മാമാന്ന് വിളിക്കും. അടിച്ചപ്പോ തന്നെ അടുത്ത സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ? ഞാൻ സ്റ്റേഷനിൽ പോവില്ല. അതെന്താ? ചേട്ടൻ SI ആയി പോലീസ് ഓഫീസർ ആവും, അവനിതിലെ തെണ്ടി നടക്കുകയും ചെയ്യും. അപ്പോഴും നീ ഇത് തന്നെ തുടരുവോ? രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചാന്നൊക്കെ എനിക്കറിയാം. എന്ന് വിചാരിച്ച് എപ്പോഴും അവന്റെ കൂടെ തന്നെ നടക്കണോ? ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരു പരിധി വരെ മതി. കഴിക്കുമോനെ? ആർക്കറിയാം, നാളെ നീ SI ആയി ഇവിടെ തന്നെ വന്ന്. എന്താ രുദ്രേ, രാവിലെ അമ്പലത്തിലേക്കാ? എന്താ കാര്യം? എന്റെ ചേട്ടൻ SI എക്സാം പാസ് ആവണം, അതിനു വേണ്ടിയാ. പിന്നെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന്? എടീ, അഴിച്ചു വിടറി, സമയം വെറുതെ കളയണ്ടല്ലോ. താക്കോലിതാ. എടി, ഇതഴിക്കടി, എനിക്ക് പുറത്തു പോകണം. അതിനെന്താ പോയിക്കോ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു 5 ചോദ്യം ചോദിക്കും, ചേട്ടൻ അതിന് ഉത്തരം പറയാം. അങ്ങനെയാണോ? ചോദിക്കേ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ത് പറഞ്ഞത് തെറ്റാ? നോക്ക്, ശരിയായ ഉത്തരം 1853 എന്നാ. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്കാ. തോറ്റുപോയി ചേട്ടാ. തോൽവി സമ്മതിക്കില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് എന്താ ജോലിയില്ലേ? റൗഡി തരം കാണിക്കുന്നവർക്ക് എന്താ ജോലി? കുരുവി, ഒരു കേറ്റ് വെച്ചതാണല്ലോ, നീ പിന്നെ കാണുകല്ലോ. അതൊക്കെ കോളനിക്ക് പുറത്ത്. കുരുവി, നീ കുറെ കൂടുന്നുണ്ട്. മലയാളം മീഡിയം പഠിച്ചവർ ഇങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർ എങ്ങനെയായിരിക്കും? കമ്മീഷണറിലെ സുരേഷ് ഗോപി വരുന്നുണ്ടാ. നമ്മുടെ SIയോ? എടാ കൃപാലേ, നീ എന്താ ഇവിടെ? എടാ കൃപാലേ, നിക്കടാ അവിടെ. ഇത് എന്താ ഈ പന്ന മുതലിൽ തന്നെ പറ്റിക്കാൻ നോക്കുക? എടാ, ഞാൻ SI ആകട്ടാ. ഗോൾഡ് അല്ല, നിനക്ക് പ്ലാറ്റിനം തന്നെ വാങ്ങിത്തരാം. അപ്പൊ നീ എന്നെ കണ്ട പാവം പോലും നടിക്കല. വാടാ. എങ്ങോട്ടാടാ? നീ വാടാ, ഞാൻ പറ. മാന്യന്മാരായ എല്ലാ കുടിയന്മാർക്കും നമസ്കാരം. പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കും കോൺസ്റ്റബിൾ സുകുമാരൻ മകനായ ഞങ്ങൾ അളിയ സത്യന് പിറന്നാൾ ആശംസകൾ സ്വബോധത്തോടുകൂടി ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ഈ നല്ല സമയത്ത് ഒരു ചെറിയ ക്വാർട്ടർ പോലെ ഞങ്ങൾ പാട്ട് പാടാൻ പോവുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിച്ച.
ചിരിക്കുന്നല്ലോ കാരണക്കാരൻ അങ്ങ് നോക്ക് കിറുക്കുന്നവൻ 100 മില്ലിയോ ഞങ്ങൾക്ക് കള്ളുണ്ടെങ്കിൽ പൂജ വേണ്ട ഞങ്ങൾക്ക് ജാതി മതവും ഒന്നുമില്ല കക്ഷിക്കാര് വന്ന ഞങ്ങളില്ല എന്ന് ചൊല്ലുമല്ലോ റോട്ട് കടയിലോ മനുഷ്യർ മുടി ഊറ്റിയടി ടച്ചിങ് ഒന്ന് തേച്ച് വിട്ട കൂടി പോകും കാട്ടനടി ബോധം പോകുമേ ഇത് പാമ്പ് വിഷമാ ചേർന്ന് കുടിച്ച അത് ഒരു സോഷ്യലിസമാ കണ്ടു നിൽക്കും കൂട്ടാളികൾ ഒത്തുചേർന്ന് ഊറ്റി അളിയാ പോലീസ് കോളനിയുടെ മാനം രക്ഷിച്ചടാ. അളിയാ വാടാ പോവാം. ഞാൻ വരുന്നില്ല, എനിക്ക് അങ്ങോട്ട് പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോയേ? നിന്റെ തോന്നിയ ദിവസം അര അടിയല്ലേ ഉള്ളൂ. അഹങ്കാരി, നീ ഇവിടെ അല്ലേടാ ക്ലീൻ ചെയ്തേ, പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? എന്നെ വിളിച്ചു. ആരാടാ ഈ സത്യൻ? കുടിക്കാൻ വന്നാ കുടിച്ചിട്ട് പോയാ പോരെ, ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കണ്ട. ഇനി ഇങ്ങനെ നിർത്തടാ. എന്തു പറ്റിയടാ? തലവേദന എടുക്കുന്നടാ. വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇങ്ങോട്ട് താടാ. ഞാൻ ലോകുവാ. നെയ്മീനാണോ കിളിമീനാണോ? എന്ത് പ്രായം വരും? ഏരിയ ഏതാ? എത്ര പേര് കൂടെയുണ്ട്? മീൻവണ്ടി മാറ്റിയാര്? ആ ആ ആ ഹലോ, പിന്നെ വിളിക്കേ. മതി മതി, ഇതിലൊന്ന് ഒപ്പിട്ടിട്ട് പോ. എന്താച്ചാ അവനെന്തിനാ ഒപ്പിടുന്നേ? അത് FIR ഒന്നും അല്ലടാ. ഇനി അവൻ പറഞ്ഞോ പോലീസ് പരാതി കൊടുക്കാൻ? ഇനി എന്നോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്താ കൊന്നുകളയും ഞാൻ. ദയാ, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ഷെഡിൽ നിന്ന് പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? വണ്ടി എടുക്കടാ. കൊച്ചി ഇറക്കാനായിട്ട് അടിക്കുന്നുണ്ടോ നോക്കി നിൽക്കണമെന്നാണ് പറഞ്ഞു. ഇതെന്താണോ 20 രൂപ? അമ്പലപ്പെരുവല്ലേ, വല്ല തായിക്കോട്ടെ. 20 രൂപ കൂടുതൽ തരാൻ പറ്റില്ല. കോളനി അമ്പലത്തിൽ ഉത്സവ ഡൊണേഷൻ താ. സത്യ ഐറ്റം വാമേ. ഓ, നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം.
സത്യ പിടിച്ചു മാറ്റ്. നിന്നെ ഞാൻ എന്തിനാടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? നിനക്ക് എവിടെയെങ്കിലും പോയി ചത്തൂടേടാ. എന്തിനാ ഞങ്ങൾക്ക് ഭാരമായിരിക്കുന്നത്? ഇറങ്ങി പോടാ. നീ നശിച്ചു പോകൂടാ. നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ല. നീ തെരുവിൽ എന്നെ വല്ല കുഴിയിൽ കൊണ്ടിട്ടിട്ട് ഇതൊക്കെ ചെയ്യടാ. ചെയ്യടാ. പോകുന്ന സ്ഥലത്ത് മര്യാദയ്ക്ക് ഇരിക്കണം. നമ്മൾ ചെയ്യുന്ന ഇല്ലീഗൽ ജോലിയാണ്. നമ്മളെ സംശയം തോന്നിയാൽ എല്ലാം പൊളിയും. സോറി ബായ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഒരു വാരത്തേക്ക് പോതുമാ. 10 നിമിഷം ചെലവാ. എന്തിനാണ് അവൻ അടിച്ചത്? നീയല്ലേ ലോകിന്റെ ആൾ അടിച്ചത്? വെറുതെ അടിച്ചടാ. നിന്റെ അച്ഛനും വെറുതെ അടിച്ച നീ അവിടെ ഇരിക്കേ. நல்லா இது போகும்போது அழக்கூடாது. நல்லபடியா போயிட்டு வரேன் சார். எங்களுக்கு அழலாமா? கள்ள முடிச்சிட்டு வந்து காணிக்கண்டில்லை. പെട്ടെന്ന് SI ആവണം. സത്യ ആ ഫോയിലാ ഫുൾ ബോയിലാ? ഫുൾ ബോയില്. നന്നായിട്ട് ഉപ്പിട്ടോ. എടാ SI ജോലി എന്ന് പറഞ്ഞാൽ നിസാരമാണെന്ന് വിചാരിച്ചോ? എനിക്ക് BSc ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ്സിലാ പാസ്സാകേണ്ടത്. BDവിൽ നിർത്താം. GK എക്സാം എഴുതണം. പേപ്പർ ചേസ് ചെയ്യാം. എന്താടാ കാര്യം? കാര്യമുണ്ട്, വാ. അയ്യോ കോൺസ്റ്റബിൾ 524. എന്റെ പെട്ടതല്ലേ? വാ എടാ അകത്തേക്ക് വാടാ. നിങ്ങളുടെ കെട്ടിയോട് വരാൻ പറ. എന്റെ മുമ്പിൽ വന്ന് നിക്കാൻ പറ. സല്യൂട്ട് അടിക്കാൻ പറ. നിന്നോടല്ലേ വരാൻ പറഞ്ഞത്? മുഴുവൻ ഞാൻ ഇവിടെ കിടന്ന് കാറും. ഓരോരുത്തരും ഇന്ന് ഇവിടെ ഉറങ്ങല്ല. സത്യ നീ ഉറങ്ങടാ. ഇന്ന് ഇവിടെ ഞാൻ തകർക്കാൻ പോവാ. ഇന്ന് ഈ കോളനിയിൽ ആരെങ്കിലും ഉറങ്ങുന്ന എനിക്കൊന്ന് കാണണം. ഇറങ്ങി വാടാ. നീ മാത്രമേ SI ആവുള്ളോ? എന്താടാ എനിക്ക് SI ആവാൻ പാടില്ലേ? എടാ മാമനാടാ, മാമൻ സത്യൻ. സത്യൻ SI ആയടാ. രാവിലെ ഓട്ടം, വൈകുന്നേരം ഓട്ടം. എന്തോ ബഹളമായിരുന്നു. ഇന്ത്യയിൽ ഇവൻ മാത്രം SI അനുസരിക്ക്. വേണ്ട വേണ്ട വരട്ടൊന്നും വേണ്ട. അതൊക്കെ സ്റ്റേഷനിൽ. നീ അകത്തേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ? സാല്യൂട്ട് അടി. സാല്യൂട്ട് അടിക്കാൻ. എന്റെ ഭഗവാന്, ഇവനോട് എന്ത് പറഞ്ഞാലും തലയിൽ കയറില്ല. നിങ്ങൾ അതോട് പോ. അതോട് 524 പോടാ. എടാ കൃപാലേ, അവനെ കണ്ട് ഒന്ന് കോളർ പൊക്കിട്ട് കയ്യെന്ന് വിടറേ. എന്തോന്ന് പാവം. അവൻ മാത്രം SI ആവുള്ളോ? എന്നെ കൊണ്ടാവാൻ പറ്റത്തില്ലേ? എടാ എടാ കൃപ. സന്തോഷമായില്ലടാ കൃപ. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലടാ? നീ ഒന്നും പഠിക്കാതെ തന്നെ പാസ്സായി. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് തോറ്റുപോയി. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലടാ? എന്നോട് ക്ഷമിക്കടാ. നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? നീ കാരണമല്ലല്ലോ ഞാൻ തോറ്റത്. എനിക്ക് കള്ളത്തരം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ തോറ്റു. നിനക്കുള്ള പോലൊരു അമ്മാവൻ എനിക്കില്ല. നിന്നെ പോലുള്ള ആളുകൾ പാസ്സായ
എന്നെ പോലുള്ള ആളുകൾ ഫെയിൽ ആകൂടാ. ഞാൻ പാസ്സാകുമെന്ന് വിചാരിച്ച് എന്റെ അച്ഛൻ ഇൻസ്റ്റാൾമെന്റിലേക്ക്. ഒന്നും പറയണ്ട. നിങ്ങളുടെ പോലീസും ഒരു പരീക്ഷയും അതിലും ഭേദം. സത്യ എവിടെ നിന്നേ? ആ കൈ ഇങ്ങോട്ട് നീട്ട്. അമ്മ പറഞ്ഞതുപോലെ ഈ ഹോസ്റ്റലിൽ താമസിച്ചാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ വന്ന് കണ്ടോളാം. അച്ഛാ കൃപാലിനൊന്നും സംഭവിക്കില്ല. എല്ലാം പതുക്കെ മാറിക്കോളും മോനെ. നീ പൊയ്ക്കോ. വെച്ചോ. ഈ മാസം അവസാനോ സംഗതി വരും. സംഗതിയാ? കൈക്കൂലിയാടാ. 1000 രൂപ തരാന്ന് പറ. ഓക്കളിയാ? കുഴപ്പമില്ല. ഫ്രണ്ട്സ് പറഞ്ഞു കൃപാല് ബോംബെയിലാണെന്ന്. അവൻ എന്ന് വരുമെങ്കിൽ? എനിക്കറിയില്ല. വേറെ എന്തെങ്കിലും? ശരി, കാണാം. ഉള്ളിലിട്ട് അടിക്കാൻ പറ്റുള്ളിയാ? ആരാടാ? എന്റെ തന്തയാളിയാ. സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അവനൊന്ന് ചാമ്പാൻ പറ്റുള്ളിയാ. സത്യ നിന്നോടാ പറഞ്ഞേ. ആ സാലി പറയുന്നത് കേട്ടോണ്ട് എന്നെ ശല്യം ചെയ്യാടാ. അളിയാ സ്റ്റേഷൻ അതെ സർ. ഹലോ സാർ. ഓക്കെ സാർ, ഓക്കെ സാർ, പറഞ്ഞ പോലെ ചെയ്യാം സാർ. ഡോ ഇൻസ്പെക്ടർ വിളിച്ചിരുന്നു. അയാളെ എന്നാ വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോ. പുതിയ ആളാ? ചൂട് ബജ്ജി റെഡിയാണ് സാർ. ഓടാ അകത്ത് പോയിരിക്കടാ. ഒരുത്തനുമായി ബന്ധമുണ്ടായിരുന്നു സാർ. അതുകൊണ്ട് ഞാൻ ഇതിങ്ങ് എടുത്തോണ്ട് പോകുന്നു സാർ. റിട്ടയർഡ് ആകുന്നതുവരെ പോലീസുകാരന് രക്തവും മാംസവും കാണാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കണം. പോരാടണം. എങ്കിലേ മനസ്സ് മരവിച്ചിരിക്കൂ. മനസ്സ് മരവിച്ചാലേ പോലീസ് ജോലി നോക്കാൻ പറ്റൂ. സത്യ അളിയ നീ ഇങ്ങോട്ടിരിക്കടാ. നമസ്കാരം സാറേ. ഒരു ഫുള്ള് കൊണ്ടുവരട്ടെ? മുരളി എവിടെടോ? ഡാ മുരളി, നിന്നോട് പറഞ്ഞ കൃപ. നീ എന്താടാ ഇവിടെ? തെണ്ടി ബോംബെ പോയിന്ന് കള്ളം പറഞ്ഞല്ലേ? എടാ വിവരം കെട്ടവരെ, നീ ഇവിടെ എന്ത് ചെയ്യാ? സമയമായി വാ. എവിടേക്കാ? നിനക്ക് ഡ്യൂട്ടിക്ക്. അയ്യോ അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ, അടിക്കല്ലേ. അയ്യോ അയ്യോ അയ്യോ, അങ്ങനെ അടിക്കല്ലെന്ന് പറയൂ സാറേ. അയ്യോ. ഇതിലെ സേട്ടുന്റെ കടയിൽ മോഷണം നടന്നു. 2 പൊട്ടിച്ച വിവരം പുറത്തു വരും. പൊട്ടിച്ചാലാ? എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്?
മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി മീതെ ശൂന്യാകാശം തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം. ഒരാളെ വെട്ടിയിട്ടേക്കുന്നു. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വണ്ടിയിൽ പെട്രോൾ എനിക്ക് പോകണം. ഞാൻ പോലീസുകാരനാടാ. ഞാൻ സത്യമായിട്ടും പോലീസുകാരനാടാ. മോനെ, എന്താ മുത്തശ്ശി? പതുക്കെ പോ മോനെ. ഒന്ന് മുറുക്ക പിടിച്ചോ മുത്തശ്ശി. എനിക്കൊന്നും ആ സമയത്ത് തോന്നിയില്ല സാർ. പുതിയ പോസ്റ്റിംഗ് അല്ലേ, അതുകൊണ്ടാണ് ഈ ആവേശം. അനക്കം ഉണ്ടായിരുന്നു. അനങ്ങട്ടെ, നിങ്ങളോട് ആരോ പോകാൻ പറഞ്ഞേ? നിങ്ങളുടെ സ്വന്തക്കാരൊന്നും അല്ലല്ലോ. എവിടെയോ കിടന്നവനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടു. മനസമാധാനമായിട്ടൊന്നും ഇരിക്കാൻ സമ്മതിക്കില്ലേ അല്ലേ? മോനെ, ആ കിറുക്കം പറഞ്ഞത് നീ കേക്കണ്ട. അവൻ പോലീസുകാരനല്ല, നീ ആ പോലീസുകാരൻ. നിങ്ങളാരാ? മോഹനെ ഒന്ന് കാണായിരുന്നു. അതെന്റെ അച്ഛനാ അങ്കിൾ. ഓ അങ്ങനെയാണോ? വീട് എവിടെയാ മോളെ? എത്ര നേരമായിട്ട് അന്വേഷിക്കാന്നോ? അഡ്രസ് ഇത് തന്നെയല്ലോ, നോക്കിയേ. പോലീസിലൊന്നും അറിയിക്കില്ല. അതാ ഞാൻ പറഞ്ഞേ, 15 കിട്ടും, 10 നിങ്ങളെടുത്തു, 5 എനിക്ക് തന്നാ മതി. ഇനി ഒരു സംസാരം വേണ്ട. വേണമെങ്കിൽ പറ, മീൻ ഞാൻ ഐസ് ഫാക്ടറിയിൽ എത്തിക്കാം. വേണ്ടേ? വേണ്ടെങ്കിൽ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാൻ നോക്കാൻ. ഓക്കെ ആണല്ലോ? അവിടെ വരുമ്പോ സ്വഭാവം മാറരുത്. ഞാൻ കൃപാലേ, വരുന്ന 13-ാം തീയതി കോൺസ്റ്റബിൾ സെലക്ഷൻ നടക്കുന്നുണ്ടാ. അപ്ലൈ ചെയ്യടാ. എടാ നിക്കടാ, കയറാം. നിന്റെ പിച്ചയാ? കൃപാലെ, നീ അപ്ലൈ മാത്രം ചെയ്താൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി നോക്കി പോടാ. നീ എന്താടാ ഇങ്ങനെ? ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? നീ എന്റെ ഫ്രണ്ട് അല്ല. എന്താടാ ഇങ്ങനെ സംസാരിക്കുന്നത്? യെസ് സർ, യെസ് സർ. ഏത് ഹോസ്പിറ്റൽ? വേഗം വാ. സാർ സാർ, പാർത്ഥിവനെ കൊല്ലാൻ അവര് വന്നിരിക്കുന്നു. നമുക്കങ്ങ് മാറിയിരിക്കാം സാർ. വാ സാർ. എന്ത് സാർ? സാർ, ആ കൊച്ചിനെ വിടടാ. കൂടുതൽ ഡയലോഗ് വേണ്ട. ഞങ്ങളിപ്പോ അവനെ കൊല്ലാൻ പോവുക. അതുകൊണ്ട് പുറത്തു പോകുന്നത് നല്ലത്. പൊയ്ക്കോ.
പറഞ്ഞത് കണ്ടില്ലേ? എടീ നിന്നോടാ പറഞ്ഞത് കൊടന്നറിഞ്ഞടി. എടീ എവിടെ പോവാ നീ? ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചടാ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അവൻ ഒറ്റയ്ക്ക് 4 പേര്. രുദ്രേ, ചുമ്മാ വീട്ടിലിരുന്ന് എന്താ പറയാൻ വന്നേ? പറ. വെറുതെ ഇരുന്ന് തിന്നുവാണെന്നാണ് പറയാൻ അത് തന്നെയാടാ. അടുത്ത വീട്ടിലെ ചെറുക്കനെ നോക്കി പഠിക്കേ. കോളനിയിൽ അവനെ പറ്റിയ സംസാരം. അവനെ എന്നെ കമ്പയർ ചെയ്തെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. പ്രയോജനമുണ്ടോ ഈ വീട്ടില്? നടക്കുന്നു. അല്ലയാ, നീ ഒരു കാര്യം അറിഞ്ഞു? നമ്മുടെ സത്യനെ യൂണിഫോം ഇട്ടിട്ട് 4 പേരെ അടിച്ച് കീറിക്കളഞ്ഞു. കത്തിണ്ടായിരുന്നു അമ്മയുടെ കയ്യില്. എന്നിട്ട് നമ്മുടെ ആള് പേടിച്ചില്ല. മാത്രം ഊതിയില്ല. കൃപാലേ, എന്താടാ സൈഡ്? അളിയാ, ഇവന് സത്യനോട് അസൂയാടാ, അതുകൊണ്ടാ. എന്താടാ, SI അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നാണോ? ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലടാ. നിനക്ക് എന്താ പറ്റിയത്? അവന്റെ മുഖത്തേക്ക് നോക്കടാ, നോക്കടാ. ഇങ്ങനെയാണോ തല്ലുന്നത്? നിനക്ക് എന്നോടല്ലേ ദേഷ്യം? എന്നെ അടിക്കടാ, അടിക്കണേ. ഏയ് സത്യ, അവന് ബോധമില്ലാതിരിക്കുക. നീ അങ്ങോട്ട് പോ. എന്താണ് ചിരിച്ചത്? എന്തിനാണ് ചിരിച്ചത്? ഇനി നീ ചിരിച്ചാൽ നിന്നെ ഞാൻ നോക്കി നിൽക്കാതെ അങ്ങോട്ട് വിളമ്പി കൊടുക്ക്. ചിക്കനോ മട്ടനോ ഉണ്ടാക്കാൻ മേലായിരുന്നു. അച്ഛൻ കഴിച്ചു അച്ഛാ? ഞാൻ കഴിക്കാൻ പോലെ നീ കഴിക്ക്. കഴിക്ക്. യെസ് സർ. യെസ് സർ. സർ. എന്താ മോനെ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന പാർത്ഥിവിനെ കൊന്നു. അവന് 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞ്.
കാർത്തിക് സർ, ഇറ്റ്സ് എ ക്ലോസ് ഇൻ ഷോട്ട്. വാട്ട് മിഷനറി? പിസ്റ്റൾ ആയിരിക്കും സർ. ടുമോറോ വിൽ കൺഫേം ഇറ്റ്. ആരെങ്കിലും സംശയമുണ്ടോ? പാർത്ഥിപൻ 37, ജനിച്ചത് മട്ടാഞ്ചേരി, 8 ദെൻ ഞൊണ്ടി ഹോൾസെയിൽ മീൻ കച്ചവടമാണ്. 4 വർഷം അകത്ത് കിടന്നിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇതിന് കാരണം എന്താണെന്ന് വ്യക്തമായോ? കാലത്ത് 8 മണിക്ക് വെട്ടി, പിന്നെ വീണ്ടും 11 മണിക്ക് കൊല്ലാൻ വന്നു, വൈകിട്ട് കൊന്നു. അവർക്ക് ഇവൻ ചത്തുപോകണം സാർ. ഇവൻ ചത്തില്ലെങ്കിൽ അവർ പല കേസുകളിലും കൊടുക്കും. സോ വാട്ട്സ് യുവർ മൂവ്? എ ഗോയിങ് ടു സ്മെൽ ആദ്യം. ഓക്കെ സാർ. ഇയാളാണോ ട്രെയിനിയസ്? യെസ് സാർ, ഹീസ് സത്യൻ. ഈ കേസ് തന്റെ ഡിവിഷൻ തരാനുള്ള കാരണം എന്താണെന്നറിയാം? അറിയാം സാർ. യെസ്, ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം സാർ. വിൽ യു? ഐ വിൽ ഡു മൈ ബെസ്റ്റ്. യാ, ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ചേട്ടാ, വിക്ടോറിയയിൽ ഏത് വർഷമായിരുന്നു? 2001 സാർ. 2001. എസ് എ ആവുന്നതിന് മുമ്പ് ഗുണ്ടയായിരുന്നു അല്ലേ? നിങ്ങളിടിച്ച 4 പേരിൽ ഒരുത്തും. നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പുതിയ പാലം വഴിയിൽ എളുപ്പം. എന്താ സാർ കാര്യം? ഈ ഡ്രസ്സൊന്നും മാറ്റാൻ വേണ്ടിയാ. ബൈ ദ ബൈ, ഐ എം കാർത്തിക് വാസൻ ഫ്രം AGW. എന്തിനു വേണോ? പാർത്ഥിവനെ എന്തിനാടാ കൊന്നേ? അതാണ് എനിക്ക് വിഷമം. ഞാൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അതിനു മുമ്പ് വേറെ ഒരുത്തൻ കയറി അതങ്ങ് ചെയ്തു. റിലീസ് ആയ ഉടനെ നിന്നെ വന്ന് കണ്ടിരുന്നല്ലോ. വന്നു സാറേ, നമസ്കാരവും പറഞ്ഞു. ഇനി നമ്മൾ പ്രശ്നമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പോടാ തെണ്ടിന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് എണീറ്റ് അങ്ങ് പോയി. നമ്മുടെ വന്നതാ. ഏയ് ഇങ്ങോട്ട് വാടാ, വരാൻ വാ. നിന്റെ പേരെന്താടാ? സോമു. നിന്റെ വിളിച്ച് പറയടാ. വാടാ. അല്ല, നീ ഒരു കാര്യം 2 മണിക്കൂർ മുമ്പ് ആശുപത്രി വെച്ച് പാർത്ഥിവൻ ആരുടെയെങ്കിലും വോയിസ് കേട്ട പോലെ ഉണ്ടോ? ഇല്ല സാർ. ഷുവർ? രാജപ്പ, നീ ഫോൺ ചെയ്ത് ഒരു 10 ചോദിക്കടാ. അത് മതി. നാളെ രാവിലെ പണമായിട്ട് വരാൻ പറ. ഉച്ചയാകുമ്പോഴത്തേക്ക് മീൻ തിരിച്ചയച്ചേക്കാം. ഫോൺ ചെയ്യടാ. മോഹൻ സാറല്ലേ? അവര് എവിടെ വരണമെന്നാ പറയേണ്ടത്? ആ പിന്നെ സ്വപ്ന തിയേറ്റർ അറിയില്ലേ? മണിച്ചിത്രത്താഴ് ഓടുന്ന തിയേറ്റർ. രാവിലെ 11:30 ചുവന്ന ഷർട്ട് വിട്ട് ആ എൻട്രൻസിന്റെ അവിടെ നിൽക്കണം. ഹെൽമെറ്റ് വെച്ച ഒരാൾ വന്ന് ബ്ലാക്ക് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഗെയിം കളിച്ച സംഗതി വഷളാകും കേട്ടാ. എന്നാ വൈകട്ടെ. ചോദിച്ചപ്പോ കവർ തന്നിട്ട് പോയെ. ഹവാല എന്തോ ജോലി തരാന്നു പറഞ്ഞല്ലോ. എടോ, തനിക്ക് ഇത് തന്നെയാണോ പണി? തന്നോടാ ചോദിക്കുന്നത്. ഇവനെ എന്തിനാ താൻ അടിച്ചത്? എന്തിനാടാ അടിച്ചത്? ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്നെ അടിച്ചു. വോഡ്ക തീർന്നു പോയന് താൻ ഇവനെ അടിക്കുന്നത് എന്തിനാ? അവനെ അറിയാമോ ഇല്ലയോ? പറ. അറിയാം സാർ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവൻ SI ആയോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? ഉത്സവത്തിന്റെ അന്ന് സത്യം നിങ്ങളെ എന്തിനാ അടിച്ചേ? പറഞ്ഞാ വിശ്വസിക്കില്ല. ആരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശരീരത്തിൽ എവിടെയൊക്കെ മറകണ്ടെന്ന് പറയട്ടെ.
so proud of you. Proud of you, my child. അയാളെ വേഗം പിടിക്കണം സർ. എന്നെ പോലെ ഇനി ആരും ഇത്രയും വേഗം അയാളെ പിടിക്കണം. ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണ്ട, ഞാൻ നേരിട്ട് വരാം. സാർ ഒരു മിനിറ്റ്. സാർ 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 കൃപാലന്റെ ഫ്രണ്ടാ, അവൻ പാവാ. സാർ ഒന്ന് വിരട്ടി വിട്ടാൽ മതി, കേസൊന്നും എടുക്കണ്ട സാർ. ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതെ. നീയാണോടാ ബാറി കിടന്ന് ബഹളം ഉണ്ടാക്കിയത്? സത്യന്റെ ഫ്രണ്ടാണല്ലേ, നിനക്ക് ഭയങ്കര സൈഡാണല്ലോ. അങ്ങനെ സീനിയേഴ്സ് ഇങ്ങനെയാ ട്രെയിനി എസ് ഐമാരോട് പെരുമാറുന്നത്. അതുകൊണ്ട് നീ യൂണിഫോമിലാണെങ്കിൽ കൂടി സത്യ സത്യ സാർ ഞാൻ വിളിക്കുന്ന കേട്ടില്ല. സാർ അവന്റെ പേരിൽ എഫ്ഐആർ എന്തെങ്കിലും എഴുതിയോ സാർ? ഇല്ല. എടി അഹങ്കാരി, വീട്ടിലുള്ള ഒരു ജോലിയും ചെയ്യില്ലല്ലേ? എടി മൂദേവി, നിനക്ക് രണ്ട് കയ്യിലടി, എന്നിട്ടും എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണമല്ലേ? എല്ലാം അവകാരണ. അവനെ കൊണ്ട് കാണട്ടെ, എല്ലാരും കാണട്ടെ. എന്റെ കൂട്ടുകാരൻ എന്നോട് ചെയ്ത് എല്ലാരും കാണട്ടെ. രുദ്രടമ്മേ, സത്യം അവന് പുറത്ത് തല കാണിക്കാൻ വയ്യാതെ അകത്തിരിക്കുക. ഈ പെറ്റമ്മയുടെ ശാപമാണ്. നീ നന്നായിരിക്കില്ല, നിന്റെ കൂടെ അകത്തേക്ക് വരാനല്ലേ പറഞ്ഞത്? എന്റെ കുഞ്ഞിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിയില്ലടാ. അവനെ ഈ ഗതിയിലാക്കിയില്ലടാ. നിന്റെ വീട്ടിൽ ആരും ജീവിച്ചിരിക്കില്ലടാ. നിന്റെ തന്ന ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചാകൂടാ. അയ്യോ, എന്ത് പറ്റി? അയ്യോ അയ്യോ, എന്ത് പറ്റി? ഞാൻ എക്സാമിനാണ് തോറ്റത്. നീ ലൈഫിൽ തോക്കാൻ പോകുന്നു കൃപാലൻ. ഞാൻ നിന്നെ തോപ്പിക്കും. വാടാ. അച്ഛൻ എങ്ങനെയുണ്ട്? ഇതുവരെ കണ്ണു തുറന്നില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? എന്തോ അഞ്ചു ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞ അഞ്ചു അതാ എന്തോ ട്യൂബൊക്കെ കയറ്റി ചെയ്യണമെന്നാ പറഞ്ഞേ. പിച്ചെടുക്കണോ? ഞാൻ പറയുന്നൊന്ന് കേക്ക് കേട്ടോ. ചോറാണോ തിന്നുന്നത് അതോ വേറെ വല്ലതാണോ? അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയ. 17-ാം തീയതി രാത്രി 10:30 മണിക്ക് ജാനകിയുടെ വീട്ടിലേക്ക് ഫോൺ വന്നിരുന്നു. ഇത്തവണ 2 പേർ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം സംസാരിച്ചവൻ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. രണ്ടാമത് സംസാരിച്ചവൻ 10 ലക്ഷം മതിയെന്ന് പറഞ്ഞിരിക്കുന്നു. ആ കുട്ടിയെ ഒരുത്തൻ 2 തവണ റേപ്പ് ചെയ്തിട്ടുണ്ട്. അവന്റെ നെഞ്ചില് പാമ്പിന്റെ പടം പച്ചകുത്തിയതായി ആ പെൺകുട്ടി കണ്ടിട്ടുണ്ട്. തലമുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. പ്രായം 30-നോടടുത്ത്. േക്കാളും പ്രധാനം റേപ്പ് ചെയ്യപ്പെട്ട ജാനകിയുടെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. ആരും അറിയരുത്. ഹലോ പ്രഭാകര, തെണ്ടി
എന്തെങ്കിലും പറ്റിയോ മോളെ? ഇല്ല, ഒന്നും പറ്റില്ല അങ്കിൾ. എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? നിനക്കവനെ അറിയോ മോളെ? എനിക്കറിയില്ല. താഴെയുണ്ട് മോളെ, കുറച്ചുകൂടെ താഴെ. ദീപം, ഒരു നിമിഷം, നീ വയ്ക്കോ. ആരോടാ സംസാരിക്കുന്നേ? എന്റെ ഒരു കൂട്ടുകാരനാ, നീ വയ്ക്കോ. ഹലോ, സംസാരിക്കണം. ദയാ, തന്തയ്ക്ക് അവളോട് സംസാരിക്കണമെന്ന്. അവൾ ഇപ്പോഴൊന്നും എണീക്കില്ല, എണീക്കാൻ കുറച്ച് വൈകും. ബോസാറേ, ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തെങ്കിലും തരികട കാണിക്കാൻ നോക്കിയാ പെണ്ണ് കാണുകയല്ല. എന്താടാ നീ ചിരിക്കുന്നത്? ഫോൺ എവിടെയാ സാർ? ചേട്ടാ, ഡിവൈസ് ഫിക്സ് ചെയ്തേ. ഓക്കെ, ഐ എം കാർത്തിക്. വാട്ട് യു ഹാവ് ഡൺ ഈസ് എ വെരി ബ്രേവ് തിങ്. പറഞ്ഞോളൂ. ഒരു 2 days സമയം ചോദിക്കൂ, അല്ലെങ്കിൽ മകളോട് സംസാരിച്ചാലേ തരുമെന്ന് പറയൂ. നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചാലേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. സത്യൻ വരുന്നുണ്ട്. മനസ്സിലായോ? ധാരാളം സംസാരിക്കണം. ഓക്കെ. വൈഫ് എവിടെ? സാർ, ഹലോ. തന്റെ മോള് നല്ല ഉറക്കത്തിലാ. താൻ ഉടൻ തന്നെ. ഇതുവരെ ഉണർന്നില്ലേ? എന്റെ മോക്ക് എന്താ പറ്റിയേ? തന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല. നാളെ അനിയത്തിയുടെ വീട് എവിടാ? ഇവിടെ അടുത്ത് തന്നെയാ. ഒന്ന് വയ്ക്കേ. എടാ ഞോണ്ടി, എന്തോ ഒരു പെശകുണ്ടല്ലോ. ദയേ, എന്താ ചെയ്യണ്ടേ? എന്റെ മോൾക്ക് എന്താ പറ്റിയേ? തന്റെ മോക്കൊന്നും സംഭവിച്ചില്ല. നാളെ രാവിലെ 6 മണിക്ക്. എന്റെ മോളോട് സംസാരിക്കാൻ പറ്റില്ല. സാർ, എന്നോട് രണ്ടാമത് സംസാരിച്ച അതേ ശബ്ദം, എന്നോട് 10 ലക്ഷം ചോദിച്ച അതേ വോയിസ്. ഓക്കെ, താങ്ക് യു സാർ. സത്യ, അങ്ങനെ വിളിച്ചോണ്ട് പോയിക്കോളൂ. സാർ, യെസ്, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് സാർ. വാട്ട്? ഹലോ. അയ്യോ, അച്ഛന്റെ പൊന്നു മോളെ, എന്റെ മോളെ. ഹലോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ അറിയാതെ പോലീസിന്റെ അടുത്ത് പറഞ്ഞു പോയതാണ്. സ്പീക്കറിലിടാൻ പറയുന്നു സാർ. ഇതെങ്ങനെയാ സാർ ഇടുന്നത്? സ്പീക്കറിലിട്ടോ? ഇട്ടു സാർ. പോലീസ് പിള്ളേരെ, നീക്ക് എന്താ വലിയ പുള്ളികളാ? നിന്നെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നാളെ രാവിലെ ലോകം എവിടെയാടാ? എന്താ എടാ, എന്താ എന്ത് പറ്റി? വെള്ള ട്രൗസർ ഇടേണ്ടി വരുവടാ. നമ്പർ അടിച്ച ട്രൗസർ ഇടേണ്ടി വരുവടാ. എടാ, എന്താ കാര്യം പറഞ്ഞു തൊലക്കടാ. എടാ, എന്റെ ഷെഡിൽ പോലീസ് റെയ്ഡ് ചെയ്യുന്നടാ. തോക്കൊക്കെ ഉണ്ടടാ അവന്മാരുടെ കയ്യില്. അയ്യോ, എനിക്ക് വയ്യ. നീ എന്താടാ പറയുന്നേ? തെളിയിച്ച് പറ. നീ ഒന്നും മിണ്ടാതിരി. 13 പെമ്പിള്ളേരെയാ പൊക്കിയത്. ഒരു പെണ്ണിന് 1 വർഷം വെച്ച് നോക്കിയാ 13 വർഷം ഞാൻ അകത്ത് കിടന്നു. എന്താ എന്നെ കൊല്ലാനാ പറഞ്ഞേ? ഇവിടെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നല്ലോ പറഞ്ഞേ. വെടിവെക്ക്. എടാ വിടറാ, നിന്നെ ഞാൻ എന്തിനാ വെടിവെക്കുന്നേ? എന്റെ പ്രശ്നമാ ഞാൻ പറഞ്ഞേ. എന്താ പ്രശ്നം? ഇത് എടുക്കടാ. ഇപ്പൊ എന്താ പ്രശ്നം? പോലീസ് അത് ഈ തോക്കോ? തോക്കെടുക്കടാ.
എനിക്ക് ലോഗോന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം. എത്ര വേണം? അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ആൻജിയോ ചെയ്യണം. അനിയത്തിയുടെ സ്വർണം പണയം വെച്ചു, 25,000 രൂപ കിട്ടി. നിങ്ങൾ എനിക്ക് കുറച്ച് എത്ര വേണം? ഒരു 50,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു തെറ്റ് ചെയ്യണം. മനസ്സിലായില്ല. ഞങ്ങൾ ഹവാല ചെയ്യുന്നതായി ആരോ പോലീസിന് എന്താടാ ബോധം വീണെന്നാ തോന്നണ. നിങ്ങളൊന്നും പറയണ്ട സാർ, ദേവി ഇത് പുറത്തു പോകണം. സർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. പോണം സർ. നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങളെ അറിയിക്കാൻ പാടില്ലായിരുന്നു. സർ പോണം സാർ. എനിക്കൊരു മകളുണ്ട് സർ. എന്റെ കുഞ്ഞവിടെ തുണിയില്ലാതെ നിൽക്കുക, ഒരു തുണിയില്ലാതെ. പോണം സാർ. സർ ഒന്ന് പോണേ പുറത്ത്. എങ്ങോട്ട് പോകണം? എങ്ങോട്ടാണോ പോകേണ്ടത്? പറ. രാവിലെ മുതലൊരു തുള്ളി വെള്ളം കുടിക്കാൻ ചുറ്റിക്കറങ്ങുക. എന്തിനു വേണ്ടി? തന്റെ എനിക്ക് പേടിയാകുന്നടാ. പേടി ഉള്ളിൽ വെച്ചാൽ മതി, പുറത്ത് കാണിക്കണ്ട. പോവല്ലോ. പോലീസ് വണ്ടിയൊക്കെ പുറകിലെ നിർത്തുള്ളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതെന്താ കഥവ് തുറക്കാൻ ഇത്രയും താമസം? എന്തിനാടി അമ്മയെ തനിച്ചാക്കിട്ട് വന്നേ? അമ്മയ്ക്ക് സാരി എടുക്കാൻ വന്നതാ. ഇതെന്താ പൂട്ടിയിട്ടിരിക്കുന്നത്? എനിക്കറിയില്ല. ആ ചേട്ടൻ കുറച്ചു നേരം പുറത്ത് നിൽക്ക്. കൃപാൽ, രാവിലെ എത്ര മണിക്കാണ് നിനക്ക് പണം വേണ്ടത്? ഒരു 10-10:30. എനിക്കൊരു ലുങ്കി വേണം. ഇലക്ട്രിക്കൽ ബോക്സ്, പാരലൽ റോഡ്, 4th അവന്യൂ. പെട്ടെന്ന് ഇൻഫോം ചെയ്യ്. വേഗം വേണം.
ഹലോ. അമ്മുക്കുട്ടി. ഡാഡി. ഡാഡി. അമ്മുക്കുട്ടി. ഡാഡി. അമ്മുക്കുട്ടി. നോക്കണ്ട ഡാഡി. പോയി കൃപാൽ, നീ മുഖം തിരിഞ്ഞിരിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. നീ എന്നെ ആദ്യം കണ്ടപ്പോഴേ മുഖം തിരിക്കേണ്ടതായിരുന്നു. നീ ചെയ്തില്ല. ഞാൻ വിളിച്ചു, നീ വന്നു. നിന്നെ ഞാൻ ചതിക്കില്ല. ഇങ്ങോട്ട് നോക്ക്. പണം നിന്റെ പണമാ. ഞാൻ SI ആയി. എന്റെ അച്ഛൻ പോലീസാണ്. പോലീസ് ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പണം. ഞാൻ ജനിക്കുമ്പോഴേ SI ആകണമെന്ന് എന്റെ അമ്മ. മറ്റൊരു തെറ്റ് ചെയ്യുന്നു. ആ പെണ്ണ് എന്റെ ലുങ്കി പൊതച്ച് ഞാൻ കാണുമ്പോ എനിക്കുണ്ടാകുന്ന. കണ്ണു മൂടിക്കോ. റോഡിൽ എത്ര ആക്സിഡന്റ് നടക്കുന്നു, കണ്ണു മൂടിട്ട് പോകാറില്ലേ? അതുപോലെ ഇത് മുടിക്കോ. അറിയില്ല. ഈ ജോലി ചെയ്ത് ജീവിക്കുന്നതിലും ഈ ജോലിയിൽ നിന്ന് കിട്ടിയ പൈസ നിന്റെ അച്ഛൻ. എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. മദ്യപിക്ക്, ശരിയാവും. എന്നിട്ട് ശരിയല്ലെങ്കിൽ വീണ്ടും കഴിക്കേ, ശരിയാവും. കൃപാലെ, നിന്റെ അച്ഛന് കാശ് വേണ്ടേ? ഡോക്ടറുടെ കൃപാലിനെ ആവശ്യം വരും. എനിക്ക് അയാളുടെ സ്കാൻ റിപ്പോർട്ടും ബ്ലഡ് റിപ്പോർട്ടും ഉടനെ വേണം. ഓക്കെ സർ. ഡോക്ടർ. യെസ്. എന്റെ അച്ഛന്റെ ആൻജിയോ നാളെ രാവിലെ 11:30 അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്യും. അതിന് പണം അടയ്ക്കട്ടെ. ബാക്കി പൈസ എവിടുന്നാ? സത്യം നല്ലവനാ ചേട്ടാ. അടുത്ത വീട്ടിലെ ആളെ വിളിക്ക്. എന്താടാ? കൃപാലി വിളിക്കുന്ന മാവാ. അതിന്റെ 1 മാസം മുമ്പ് തന്നെ പൂജപ്പുരയിൽ അവൻ റിലീസായി സാർ. അവന്റെ നാട് കരുനാഗപ്പള്ളിയാ. കഴിഞ്ഞ മാസം 27-ാം തീയതി വയറുവേദന സഹിക്കാൻ വയ്യാതെ അവൻ ആത്മഹത്യ ചെയ്തു സാർ. ഒരു നിമിഷം സാർ. ബാലസിംഹം, നാട് നാഗർകോവിൽ. ലോകവിന് ശേഷമാണ് ഇയാൾ റിലീസായത്. ഇപ്പോൾ 1 മിനിറ്റ് സാർ. തുളസി കാശ്മീരിൽ പാരാമിലിറ്ററി ഫോഴ്സിൽ 2 വർഷം ഉണ്ടായിരുന്നു സാർ. അവിടുത്തെ സീനിയർ ഓഫീസറിന്റെ മോളെ അയാൾ റേപ്പ് ചെയ്തു. DNA ടെസ്റ്റിന് കൊണ്ട് എനിക്ക് തുളസി ഒന്ന് കാണണം. What nonsense is stopping here? സർ, തുളസിയുടെ ഫോട്ടോ എനിക്ക് കാണണം സാർ. എപ്പോഴാണ് പിടിക്കാൻ പോകുന്നത്? എനിക്ക് നിങ്ങളുടെ എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട. ലോകുവിന്റെ കൂടെ ഉണ്ടായിരുന്ന മുടി നീട്ടി വളർത്തിയിരുന്നു സാർ. സത്യ. യെസ് സാർ, ലോകുവിന്റെ കൂടെ ഉണ്ടായിരുന്ന മുടി ജാനകിയെ റേപ്പ് ചെയ്തതിന്റെ മുടി നീട്ടി നിങ്ങൾ പിടിക്കണം സാർ. വാ, I will suspend you. നിങ്ങൾ പിടിച്ചിട്ട് വന്ന് തന്നെ സസ്പെൻഡ് ചെയ്യും സാർ. ഇവന്റെ പേര് ദയ.
ഞാൻ SI യാമിനിയാ സർ. ഇപ്പൊ ഞാൻ പ്രിയോട് സംസാരിച്ചതേ ഉള്ളൂ. അവളെ തട്ടിക്കൊണ്ടുപോയി ഞാൻ ആ ദേഷ്യത്തില് ബാഗിനുള്ളിൽ 50,000 രൂപ എടുത്ത് സത്യന്റെ അച്ഛന് കൊടുത്തു. അത് നിന്റെ കാശ്, നീ കൊടുത്തു. അതെന്റെ കാശല്ല. ആ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാം. ദയാ, എന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്ന പൈസ എടുത്തോണ്ട് പോ. ലോകോ പോയില്ല. ആ പെണ്ണ് എന്റെ ലുങ്കി പൊതിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയില്ലേ, അതുകൊണ്ട്. ഇപ്പൊ നിന്റെ വീട്ടിൽ ആരുള്ളേ? ആരുമില്ല. വീടിന്റെ പുറകിൽ വന്നിക്ക്, ഞാൻ ബാഗ് എടുത്തു തരാം. എന്നെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാ? ഇല്ലടാ, നീ വാ. സത്യ, തെറ്റല്ലേ ചെയ്തേ? കൃപാലങ്ങനെ ചെയ്യാമോ? സോഡ കുടിക്കാൻ 5 രൂപ. 5 രൂപ തരാൻ സോഡ കുടിക്കാൻ. വേഗം താ. ചിറ്റപ്പൻ അന്വേഷിച്ച ഒരാൾ വന്നിട്ടുണ്ട്. നമ്മുടെ തൊഴിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഞാൻ എന്തിനാ ഇതിനകത്ത് തലയിടുന്നത്? വേറെ എവിടെയെങ്കിലും താമസിച്ചൂടെ? ചിറ്റപ്പ, എന്റെ അവസ്ഥ നിങ്ങൾക്കും വരാമല്ലോ. നീ പറയുന്നത് ശരിയാണ്. എന്നെ വിശ്വസിക്കുന്ന ഇവിടത്തെ അല്ല, പുറത്തുനിന്ന് വാങ്ങിട്ട് വരാം. രാത്രി ഒരു ഓട്ടോ വേണം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ, നീ ആദ്യം പുറത്തു പോ, ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. ലോകു, എന്തായി നടക്കുന്നേ? ഇവിടെ സത്യയെ കണ്ടിരുന്നു. സത്യയുടെ കയ്യിൽ തോക്കും ഞാൻ കണ്ടു. എന്റെ ദൈവമേ, എല്ലാം പോയി. സത്യനാണെങ്കിൽ നമ്മളെ 4 പേരെയും കൊല്ലൂടാ. നമ്മളെ കൊന്നവലെ അവന് ഉറങ്ങുള്ളൂ. ദൈവമേ, നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി നടക്കേണ്ട കാര്യം ചിന്തിക്ക്. നമ്മൾ സത്യന്റെ കയ്യിൽ തോക്കുണ്ട് കൃപാലേ. എനിക്കൊരു തോക്കുതാ. ഇങ്ങനെ തട്ടിയാ മതി. ഒരു ട്യൂബ് ക്ലീനർ ഈ ദ്വാരത്തിനുള്ളിലൂടെ ഇങ്ങോട്ട് ഇട്ട് തരും. ബീഹാറെത്താൻ 3 ദിവസം എടുക്കും. ഒന്നും കഴിക്കണ്ട. അപ്പൊ കക്കൂസിൽ പോകേണ്ട ആവശ്യമില്ല. മൂത്രം ഒഴിക്കണോ, ഈ ട്യൂബ് വഴി ഒഴിച്ചാൽ മതി. അപ്പൊ താഴെ പൊക്കോളും. ഓക്കെ അല്ലേ? അവിടെ നിന്നാ മതി. വണ്ടി വരുമ്പോ ലോഡ് ഇറക്കാൻ നിങ്ങൾ കൂടി സഹായിക്കണം. 20 മിനിറ്റ് നിങ്ങൾ വണ്ടിയിൽ കയറി റെഡിയാക്കുമ്പോഴേക്കും വണ്ടി പോകും. എന്തു പറയുന്നു? ദയേ, നമ്മൾ 4 പേരില്ലേ? വണ്ടിയിൽ 2 പേർ. എടാ, ദയ ചിരിക്കാൻ തുടങ്ങി. അവന്റെ ചിരി നിർത്തണം, ഇല്ലെങ്കിൽ നമ്മുടെ തല ചിതറുവിടാ.
ഇന്ന് രാത്രിയില് ചിറ്റപ്പൻ നടത്തുന്ന പാർട്ടിയില് ദയയെ വെടിവെക്കണം. അവൻ ഇനി ജീവനോട് ഇരിക്കരുത്. പോയിക്കോ പോയിക്കോ. ചെയ്തു. പിന്നെ എങ്ങനെ ചെയ്തേ? എന്തിനാ അവനെ നോക്കുന്നേ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവനാ. അവനും കാശുണ്ടാക്കണമല്ലോ. വൈകുന്നേരം വരെ എങ്ങനെ പിടിച്ചു നിൽക്കും? വണ്ടി വേണം, സിറ്റിയിൽ നിന്ന് ക്രോസ് ചെയ്യണം. ശരി, എങ്ങനെയെങ്കിലും സിറ്റിയിൽ നിന്ന് പുറത്ത് കിടന്നു നോക്കിയേ. കുമളി ചെക്ക് പോസ്റ്റിൽ ഹെവി ചെക്കിംഗ് ആയിരിക്കും. വല്ലാതെ പേടിയാവുന്നു സത്യ. നമ്മൾ വീണ്ടും തോൽക്കുമെന്ന്. ആ 2 പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിക്കില്ല. ആ 2 കുട്ടികളെയും രക്ഷിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് മരിക്കും. ഹലോ സാർ, കട്ടായി സാർ. കവർ ചെയ്യാൻ റെയിൽവേ ട്രാക്ക് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, വാട്ട് ആർ ദേ സേയിങ്? സർ, ഞങ്ങൾ ഇപ്പൊ കോൾ ട്രേസ് ചെയ്തേ ഉള്ളൂ. സാർ ബഹളം വെക്കണ്ട, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് സർ. എടുക്കൂ സർ. നിങ്ങളുടെ 2 മക്കളുടെ ശവശരീരം ഉണ്ടാകും. അവരുടെ ദേഹത്ത് ഒരു നൂൽ വസ്ത്രം പോലും ഉണ്ടാവില്ല. ഞങ്ങളെ പിടിക്കാനുള്ള ഉദ്ദേശം മാറ്റിവെച്ച് കൃത്യം 5 മണിക്ക് 10 ലക്ഷം രൂപയും എടുത്ത് തലശ്ശേരിക്കും മാഹയ്ക്കും
വൺ മോർ പ്ലേ. സാർ അവിടുന്ന് വിളിച്ചത് ഒരു ഇൻഫോമറാണ്. അവര് വളരെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം സാർ. ആ ഏരിയ മുഴുവനും ഞങ്ങളുടെ ആൾക്കാർ കാവലുണ്ട് സാർ. സൗത്ത് മുഴുവനും അലർട്ടാക്കാം. ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ പിടിക്കും സാർ. സാറ് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഓ സാർ. സാറൊന്ന് റിലാക്സ് ചെയ്യാൻ നോക്കണം സാർ. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങൾ കണ്ടുപിടിക്കാം സാർ. ധൈര്യമായിട്ടിരിക്കണം സാർ. അങ്ങോട്ട് പോകാൻ പാടില്ല, അത് റിസ്കാ. ആകാശം നമ്മുടെ കയ്യിൽ വരണം. കൃപാൽ, നിന്റെ ഫ്രണ്ട്സിൽ ആരാണ് പാവം? പാവം എന്ന് പറഞ്ഞ ഇത് കുറവുള്ളവൻ. ഇല്ല. രുദ്ര ആരാ? ഹലോ ചേട്ടൻ എവിടെയാപ്പോ? വീട്ടിലെന്തിനു പോണം? കുരുവിച്ചേട്ടൻ ആ ബാഗിൽ എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയുക? പണം ഏൽപ്പിച്ചിട്ട് കുരുവിച്ചേട്ടനോടൊപ്പം ചേട്ടൻ പോരണം. പറഞ്ഞു കേട്ടോ? കുരുവിച്ചേട്ടൻ എങ്ങോട്ടാ വരേണ്ടേ? ശരി ഏട്ടാ, ഞാൻ കുരുവിച്ചേട്ടനെ പറഞ്ഞു വിടാം. ആ കൃപാലിന്റെ സങ്കേതത്തിൽ നിന്ന് ആ 2 കുട്ടികളെ രക്ഷിക്കണം. സത്യൻ എന്താ ഈ പറയണേ? തെറ്റ് ചെയ്തിരിക്കുന്നു രുദ്ര. നമ്മുടെ കൃപാല് തെറ്റ് ചെയ്തിരിക്കുന്നു. എന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിക്കോ? ആ കുട്ടികൾക്കൊന്നും സംഭവിക്കരുത് രുദ്രേ. സത്യ ഇപ്പൊ ആരോടെ സംസാരിച്ചേ? ഫ്രണ്ട്, എന്റെ കൂടെ പഠിച്ചതാ. അയാളുടെ മോളുടെ സെല്ലിന്. അതെ സാർ, 9444544551. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. സെല്ലിപ്പ് പാലാരിവട്ടം റേഞ്ചിലാണ്, എടപ്പള്ളി. അത് കഴിഞ്ഞ് സാർ ഇപ്പൊ കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലാണെങ്കിൽ നെക്സ്റ്റ് ആലുവ, അത് കഴിഞ്ഞ് അങ്കമാലി. ഇറ്റ്സ് ഓബിയസ്റ്റ്. ഫോളോ ചെയ്യിപ്പിക്കണം. ഫോളോ ചെയ്യുമ്പോൾ ഡൈവേർട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. എന്തിന് ഇത്ര റിസ്ക് എടുത്ത് ഐജിയുടെ പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യണം? കാശിന് വേണ്ടിയോ? അല്ല, ഫുൾ പോലീസ് ഫോഴ്സിന്റെയും ശ്രദ്ധ തിരിക്കണം. ഒരേ സ്ഥലത്തേക്ക് വരുത്തണം, വരുത്തി രക്ഷപ്പെടണം. സി, നമ്മളെല്ലാരും അങ്കമാലി ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുക. അങ്കിന്ന് വെളിയിൽ പോയി സാർ. എവിടെ പോയി അറിയില്ല സാർ. ചേട്ടാ, സത്യനൊന്ന് ഫോൺ ചെയ്തേ. സാർ റിങ് ചെയ്യുന്നുണ്ട്. ഇത്തവണ റാൻസം ചോദിച്ച വോയിസ് പുതിയതാ. ഫോളോ സത്യ. ശബ്ദം ഉണ്ടാക്കരുത്. ചേട്ടാ, എനിക്ക് മൂത്രമൊഴിക്കാൻ പോണം. കൃപാൽ, നീ എന്താ ചെയ്യുന്നേ?
പോലീസ് ചേട്ടാ. ശബ്ദം ഉണ്ടാക്കരുത്. അല്ലേ? പോവാൻ വരട്ടെ. പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. We have to go back. Shit. തിരിക്ക്. മോട്ടെ, കൃപാലിന്റെ ആള് വന്നിട്ടുണ്ട്. ഞാൻ പണം വാങ്ങിയിട്ട് വിസിലടിക്കാം. അപ്പോൾ കൃപാൽ വരും. അവനെ തട്ടിയേക്ക്. കൃപാൽ എന്തിനെ കൂടെ വരാൻ പറഞ്ഞേ? ഒച്ച വെക്കാതെ. ഞാൻ എത്ര നേരോട് ചോദിക്കുന്നു, എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ വീട്ടിലൊരു സീരിയൽ കാണുമായിരുന്നല്ലോ. ചേട്ടാ, എന്റെ ചേട്ടൻ എവിടെ? കൃപാലിനെ കാണണമല്ലേ? ജീവനോടെ കാണണോ അതോ ജീവനില്ലാതെ കാണണോ? ഇപ്പൊ വിളിക്കാം. കുറച്ചുകൂടെ താമസിച്ച് വരാമായിരുന്നു.
സത്യനെ ഞാൻ സ്നേഹിക്കുന്നു. അവൻ കാരണമാ ഞാൻ ഇങ്ങനെ ആയത്. അവൻ ഒരുത്തൻ കാരണമാ ഞാൻ തോക്കെടുക്കേണ്ടി വന്നത്. അവനെ എങ്ങനെ അടി? അവനെ കുറിച്ച് എന്നോട് ചേറിൽ ഇറങ്ങിന്ന് പറഞ്ഞാ മതി. അയ്യോ വേണ്ട. ഈശ്വരാ, ചേട്ടാ. ഞാൻ പോകുവാടി. കുരുവി 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 അല്ലടാ അത് ചെയ്തത്. ഞാൻ കണ്ടല്ലോ കൃപാല എന്നെ വെടിവെച്ച്. അയ്യോ അല്ലടാ കുരുവി, ഞാനവന്റെ ഫ്രണ്ടല്ലേ. എടാ സത്യ പറയടാ. എടാ ഞാൻ ചാവോടാ. തോക്ക് താഴെ ഇടറാ. അയ്യോ വേണ്ടടാ. അയ്യോ